ഓഗസ്റ്റ് 22-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന 3 കൊൽക്കത്ത മെട്രോ പദ്ധതികളുടെ ഉദ്ഘാടനത്തിൽ നിന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വിട്ടുനിൽക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഉന്നത ഉദ്യോഗസ്ഥൻ അറിയിച്ചു. റെയിൽവേ മന്ത്രിയായിരുന്ന കാലത്ത് മമതയാണ് ഈ മെട്രോ പദ്ധതികൾ ആസൂത്രണം ചെയ്തതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പശ്ചിമബംഗാളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ പീഡിപ്പിക്കപ്പെടുന്നതായി ആരോപണമുയർന്ന പശ്ചാത്തലത്തിലാണ് മെട്രോ പദ്ധതികളുടെ ഉദ്ഘാടനം ഒഴിവാക്കാനുള്ള തീരുമാനം മമത കൈക്കൊണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിരവധി സംസ്ഥാനങ്ങളിൽ ഭാഷാപരമായ വിവേചനവും ബംഗാളികളെ ഉപദ്രവിക്കുന്നതും സംബന്ധിച്ച ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. BJPയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും പിന്തുണയോടെയാണിത്. ബംഗാളി കുടിയേറ്റക്കാരോട് ഇത്തരം വിവേചനപരമായ പെരുമാറ്റം നടത്തുന്നതിനെതിരെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരുമായി വേദി പങ്കിടാൻ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നില്ല, ഉന്നത ഉദ്യോഗസ്ഥൻ PTIയോട് പറഞ്ഞു. ഓഗസ്റ്റ് 14-ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അയച്ച കത്തിൽ വെള്ളിയാഴ്ച 3 മെട്രോ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനും മമതയെ ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രീൻ ലൈനിലെ സീൽദ എസ്പ്ലനേഡ് സെക്ഷൻ, ഓറഞ്ച് ലൈനിലെ ഹേമന്ത മുഖോപാധ്യായ റൂബി ക്രോസിംഗ് ബലേഘട്ട സ്ട്രെച്ച്, യെല്ലോ ലൈനിലെ നോപ്പാര ജയ് ഹിന്ദ് ബിമൻ ബന്ദർ വിമാനത്താവളം സെക്ഷൻ എന്നിവയുടെ ഉദ്ഘാടനം മോദി നിർവഹിക്കും. റെയിൽവേ മന്ത്രിയായിരുന്ന കാലത്ത് മമതാ ബാനർജിയാണ് ഈ റെയിൽവേ പദ്ധതികൾ ആസൂത്രണം ചെയ്തതും ധനസഹായം നൽകിയതും. വർഷങ്ങളോളം മന്ദഗതിയിലായ പുരോഗതിക്ക് ശേഷം BJP ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉദ്ഘാടനം ചെയ്യുന്നത് ക്രെഡിറ്റ് അവകാശപ്പെടാനാണ്. മുഖ്യമന്ത്രിക്ക് കത്ത് വഴി പദവി ക്ഷണം മാത്രമാണ് ലഭിച്ചത്, ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു. ഭരണഘടനാ പ്രോട്ടോകോൾ മാനിച്ചുകൊണ്ട് മമത മുൻകാലങ്ങളിലെ കേന്ദ്ര സർക്കാർ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ പരിപാടികൾക്കിടയിൽ BJP അനുയായികൾ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും അനാദരവോടെ പെരുമാറുകയും ചെയ്തു. ഔദ്യോഗിക ചടങ്ങുകളെ രാഷ്ട്രീയ വേദികളാക്കി മാറ്റി. ഇത് കണക്കിലെടുക്കുമ്പോൾ അത്തരം പെരുമാറ്റത്തിന് ഒരു വേദിയും ഒരുക്കി നൽകില്ല, അദ്ദേഹം കൂട്ടിച്ചേർത്തു.